എനിക്ക് ഇന്നലെ 2 ദിവസം മുന്നേ ചേട്ടാ എനിക്ക് ചങ്ങാതി കൂട്ടത്തിന്റെ ഞാൻ പാടാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇവിടെ വൈഫൈയും ഇല്ല, ഒന്നുമില്ല. ഞാൻ എങ്ങനെ പാടും? കറണ്ട് ഇല്ല. അപ്പൊ എനിക്ക് പോകാൻ പറ്റാതെ രാവിലെ പോയിട്ട് രാത്രി വൈകുന്നേരം ആയി വരുമ്പോ ഞാൻ എങ്ങനെ കേറും? എന്റെ വൈഫാണിത്. ആഹാ, ആണ് ചേച്ചി. ഹായ്. ഒരു പാലക്കാടാണ്. ശ്രീദേവി പറഞ്ഞ അടിയിൽ ഒരാളുണ്ട്. പെരിന്തൽമണ്ണ തന്നെ വീട്. ആരെ? ഞങ്ങളുടെയോ? വൈഫിന്റെ വീട് പേരെന്താ? വൈഫിന്റെ കൂടെ ആലത്തൂര്. ഞാൻ പറഞ്ഞില്ലേ ആലത്തൂര്? അന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ പേര്? ആലത്തൂരാണ്. എന്താ പേരുന്ന്? ജ്യോതി. ജ്യോതി. അപ്പൊ കണ്ടൊരു സന്തോഷം. എന്തായാലും കാണാൻ പറ്റിയില്ല. ഒരാള് ഇവിടെ ഇല്ല, ഒരാള് ഇവിടെ എറണാകുളത്താണ്. CA പഠിക്കല്ലേ. അവളെപ്പോഴൊക്കെ വരുള്ളൂ. പിന്നെ ഞാന് ചെറിയോളുണ്ട് ഇവിടെ. അവിടെ ഇപ്പൊ പഠിത്തം എന്ന് പറഞ്ഞിട്ട് കളിക്കല തിരക്കില്ല. വരില്ലല്ലേ? മൊബൈല് കണ്ടോണ്ടിരിക്കുക. അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പാടുമോ ചോദിക്കാണ് വൈഫിന്റെ അടുത്ത്. ജ്യോതി പാടുമോ ചോദിക്കുക. ഇല്ല, ഉണ്ട് ഇവിടെ ഇല്ല. പാടില്ല. ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്കൊരു വെറുതെ ഇങ്ങനെ നമ്മള് മറ്റേ ചങ്ങാതിക്കൂട്ടത്തിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പാടിയായിരുന്നു. പിന്നെ ഇപ്പൊ അതിനിടയ്ക്ക് ഒന്ന് സുഖമില്ലാണ്ടായി, രണ്ടാക്കൊന്നും സുഖമില്ലാണ്ടായി. ഞാനതാണ് കുറെ ലൈവുകളൊക്കെ ഒന്ന് കുറച്ചത്. നിങ്ങൾക്ക് അറ്റാക്ക് വന്നോ? അല്ല, എന്ത് വന്നു പറഞ്ഞേ? എന്ത്? അയ്യോ, ഞാൻ കേട്ടില്ല. എന്തോ പറഞ്ഞില്ല ഇപ്പോ. അതെന്തറിയോ, പനി വന്നു, ഭയങ്കരമായിട്ട് ഉറക്കൊഴിച്ചിട്ടൊക്കെ ഇങ്ങനെ. ഞാന് പറഞ്ഞുതരാം. 2 മണി വരെയൊക്കെ ഞാന് ലൈവിലുകളിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനിവിടെ പട്ടാമ്പിയില് ഒരു മാള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 തിയേറ്റർ ഉണ്ട്, നെസ്റ്റ് ഉണ്ട്, ഒരു ഷോപ്പിംഗ് മാള്, വലിയ മാളായിരുന്നു. അപ്പൊ അതിന്റെ വർക്കിന്റെ ഫിനിഷിംഗ് ടൈമിൽ പെട്ടെന്ന് ഇനോഗ്രേഷൻ വെച്ചപ്പോ ഫിനിഷിംഗ് ടൈമിൽ കുറെ വർക്ക് ടെൻഷൻ പിടിച്ചുപോയി. കുറെ ടെൻഷൻ. അത് പിന്നെന്താ വെച്ചാൽ പണിക്കാരൊപ്പം നിന്നില്ലെങ്കിൽ നടക്കൂല. നമ്മള് അത് ചെയ്തിട്ടൊന്നും വീട്ടിലേക്ക് വന്നാൽ ഫിനിഷിംഗ് ആവില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസത്തോളം ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ട് 1.5 മാസത്തോളം പേപ്പർ വർക്ക് ഉണ്ട്. പേപ്പർ വർക്കുകൾ മൂവ് ചെയ്താലേ കറണ്ട് കണക്ഷൻ കിട്ടുള്ളൂ. ഹൈ ടെൻഷൻ കറണ്ടുകളാണ്. 4 ട്രാൻസ്ഫോമർ വെച്ചിട്ട് അപ്പൊ ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും വേണം, 2 പാലക്കാട് നിന്ന് സാങ്ഷൻ കിട്ടണം. പാലക്കാട് നിന്ന് സാങ്ഷൻ കിട്ടി ഷൊർണൂർ പോയിട്ട് സർക്കിളിൽ പോയിട്ട് അവിടെ വർക്ക് ഓർഡർ കൊടുത്തതിന് ശേഷം പാസ്സായതിനു ശേഷം TMR പോയിട്ട് അവരാണ് വന്ന് കണക്ഷൻ തരിക. KSEB നല്ല ആൾക്കാർ തരിക. അപ്പൊ അത്രയും റിസ്കുകളുണ്ട്, അത്രയും സെക്യൂരിറ്റി. 10-35 ലക്ഷം രൂപയോടെ കെട്ടിവെക്കണം. അപ്പൊ അതിന് അഗ്രിമെന്റ് അവിടെ പോയിട്ട് സർക്കിളിൽ പോയിട്ട് നേരിട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊന്നും ഈ മുതലാളിമാർക്ക് അറിയില്ല. അവരൊരു ഉദ്ഘാടനം തീരുമാനിക്കും, അന്നേക്ക് പട്ടാമ്പിന്ന് കണക്ഷൻ കിട്ടും, KSEB കണക്ഷൻ കിട്ടും എന്നുള്ള ഒരു ധാരണയാണ് അവർക്ക്. അതില് അങ്ങനെ കുറെ രാത്രിയും പകലൊക്കെ ആയിട്ട് കുറെ പണി അങ്ങോട്ട് ഇതായി. അതിലൊക്കെ ആകെ ടയർഡായി എന്ന് പറഞ്ഞാൽ ശരിക്കും ടയർഡായി. ഞാൻ 3 ദിവസമൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് തൊട്ടടുത്തേക്ക് ഇപ്പൊ ഈ മാളും വീടും കൂടി 800 മീറ്റർ ഡിഫറൻസ് ഉള്ളൂ. 800 മീറ്റർ ഡിഫറൻസ് ആയിട്ട് ഞാൻ 3 ദിവസം ഒന്നും വരാണ്ടിരുന്നുണ്ട് അവിടെ തന്നെ ഇരുന്നിട്ട്. കാരണം പണി ഫിനിഷിങ് ആക്കിയിട്ട് ഇത് ആക്കണ്ടേ. എന്നിട്ട് ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് അപ്പോഴാണ് മോളൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് തരുന്നത്. അത് അവിടെ തന്നെ മാറ്റിയിട്ട് തന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു മൊത്തത്തില്. അങ്ങനെ അതായിട്ട് പിന്നെ ഈ ഇതില് ലൈവിലും ടുഗദറിലും പിന്നെ ലൈവുകൾ പോയി സപ്പോർട്ട് ചെയ്യലും ടുഗദറിൽ പോയിരുന്നിട്ട് അടിയിലിരുന്ന് കമന്റ് കോമഡി പറയലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ 2 മണിയൊക്കെ ആയി ഉറക്കം. പിന്നെ ഉറക്കം വരുന്നില്ല അത് കഴിഞ്ഞ ശേഷം. അങ്ങനെ ആയിട്ട് പോയി അടുത്തൊന്നും സുഖമില്ലാണ്ടായി ആകെ ഇതായിട്ട്. പിന്നെ അവര് ശരിക്കും ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ രാത്രി 12 മണി കഴിഞ്ഞാലൊന്നും പോയി ലൈവില് പോലില്ല. ഒരുപാട് നമ്മൾ ഉറക്കൊഴിച്ചാലും നമുക്ക് പ്രശ്നമാണത്. പിന്നെന്താ വെച്ചാ ഞാന് മിറാക്കിൾ പിന്നെ ഇവള് പറഞ്ഞാലൊന്നും കേൾക്കില്ലേ. കിടക്ക് പറഞ്ഞിട്ട്. പിന്നിട്ടെന്ന് വെച്ചാ അവള് അതേമാതിരി ഉറക്കൊഴിക്കും.